ഷുഗർ രോഗം നിയന്ത്രിക്കാനുള്ള ഈ ഒരു പച്ചക്കറിയിലെ വിത്തുകൾ മുഴുവൻ നമ്മൾ ആദ്യം ഇങ്ങനെ ഇളക്കി മാറ്റണം. ഷുഗർ രോഗം ഇപ്പം കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെയുണ്ട്. പലർക്കും നമുക്കിപ്പോൾ നമ്മുടേതായിട്ടുള്ള ആ ഒരു ആഹാര രീതി കൊണ്ടാണ് എല്ലാവർക്കും ഷുഗർ രോഗം വരുന്നത്. ഇതിനെ എപ്പോഴും നല്ല കൺട്രോളിൽ നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം. പണ്ട് എല്ലാവരും ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം ഇതധികം ആരും ചെയ്യാറില്ല. പാവയ്ക്ക ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു നല്ലൊരു പാവയ്ക്ക, 1-2 നല്ലൊരു പാവയ്ക്ക എടുക്കുക. ഇതിൻ്റെ വിത്തൊന്നും നമുക്ക് വേണ്ട. ഇനി ഇതിനകത്തുണ്ടാകുന്ന ഈ അരി മൊത്തം നമുക്കൊന്ന് മാറ്റിയേക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ജ്യൂസ് അടിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു കാരണവശാലും ഈ ഒരു മരുന്ന് കഴിക്കുന്നവർ അധികം നമ്മുടെ ഈ ഒരു പാവയ്ക്ക ജ്യൂസ് കുടിക്കാൻ പാടില്ല. അത്യാവശ്യം കുറച്ചൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല അടിപൊളി പച്ച കളറിലെ ഒരു വെള്ളമാണ് നമ്മുടെ ഷുഗറിനെ കംപ്ലീറ്റ് ആയിട്ട് നോർമലാക്കാൻ പോകുന്നത്. ചിലപ്പോൾ ചില പാവയ്ക്കൊക്കെ നല്ല കയ്പ്പായിരിക്കും, അതുകൊണ്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുടിക്കാം. ഒരു കാരണവശാലും പഞ്ചസാരയോ ഉപ്പോ ചേർത്ത് ഇതിൻ്റെ ആ ഒരു ഗുണം കളയരുത്. അപ്പം 1 ഗ്ലാസ്സോളം കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഇത്രയും വലിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് എടുക്കുക. ഇനി അതല്ല ചെറിയ കുപ്പി ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ചായ കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് കുടിച്ചാൽ മതി. അധികം ഒന്നും കുടിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ഇൻസുലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ പഞ്ചസാര അളവ് പെട്ടെന്ന് കുറയുന്നതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നവർ കഴിക്കാൻ പാടില്ല.